ഹലോ ഗൈസ്, സുഖല്ലേ? വൈകുന്നേരമായിട്ടപ്പോ എല്ലാവർക്കും വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഗിളികള്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, സോസേജ് എടുത്ത് വറുത്തിട്ട് ബ്രെഡിലേക്കും വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്ത് തോന്നുന്നുണ്ട്. ഇന്നാണെങ്കിൽ പപ്പന്റെ മെസ്സും പപ്പ നല്ല കടലച്ചോറെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ മീൻ പൊരിച്ചതും പിന്നെ കുറച്ച് വറവെല്ലായിട്ട് നമ്മളെല്ലാരും കൂട്ടി കുഴച്ചിട്ട് തിന്നിട്ട് അഞ്ചാക്കല് മെസ്സെല്ലാം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. മാഷാ അല്ലാഹ്, ആരും കണ്ണു വെക്കണ്ടാട്ടോ. കമ്പനിയിലെത്തിയിട്ടാകുമ്പോ അബ്രാർക്ക് നാട്ടിൽ നിന്നെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വടാപ്പാവൽ ഓർഡർ ആക്കിയിട്ടുണ്ട്. കുറെ ആള് പറഞ്ഞു, അതുകൊണ്ട് ഒരു ബോക്സിൽ തന്നെ അങ്ങ് കൊളന്നിട്ടുണ്ട്. നല്ല മജയുണ്ട് തിന്നാൻ. അങ്ങനെ കമ്പനിയിൽ നിന്ന് പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലെത്തി. ഇന്നാണെങ്കിൽ എന്റെ മെസ്സും എന്തെങ്കിലും ആക്കണമല്ലോ. അപ്പൊ പത്തിരിപ്പൊടി ഏതായാലും ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ കടുമ്പും നല്ലൊരു കോഴിക്കറി ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കട്ടെ. എന്റെ മെസ്സിലല്ലേ ഇവർക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റും. എങ്ങനെയുണ്ട്? അങ്ങനെ മാവെല്ലാം നല്ല രീതിയിൽ കുഴക്കുന്നുണ്ട്, സെറ്റ് ആക്കണമല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സവാള ഗിരിഗിരിയാക്കി കറിക്ക് അതും വേണമല്ലോ. സവാള ഇത് മുറിക്കുമ്പോൾ ഞാൻ നല്ല കരച്ചിൽ കരയുന്നുണ്ട് കേട്ടാ. നിങ്ങൾ കരയാറുണ്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാ. വെള്ളത്തിലിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, അങ്ങനത്തെ ഉള്ളി അപ്പേട്ടന് ശമ്പളാക്കാൻ മാവ് ഇട്ടിട്ട് അതിലേക്ക് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മളതായ പണി തുടങ്ങിയിട്ടുണ്ട്. ഇതിലെ ഉള്ളിയെല്ലാം ഇട്ടിട്ട് വാട്ടുന്നുണ്ട് നല്ല രീതിയിൽ. ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങ ഇട്ടിട്ടുള്ള കറിയാന്ന് കേട്ടോ. അതിലേക്ക് കുറച്ച് കൊത്തമ്പാരിയും പിന്നെ നമ്മളെ കാശ്മീരി മുളകും ഉണ്ടല്ലോ, അത് ചെറുങ്ങനെ ഒന്ന് വാടിയിട്ട് എടുക്കുന്നുണ്ട്. അത് മിക്സിയിൽ ഇട്ടിട്ട് ഡിജിറ്റാന്ന് പരിപാടി. അതിന്റെ ഇടയിൽ തേങ്ങയും വറുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ സമയം അങ്ങ് വാടിയ ഉള്ളിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മുളകെല്ലാം ഇട്ട് പിന്നെ നമ്മൾ വറുത്തരച്ച ഈ മുളകെല്ലാം ഇട്ടിട്ട് പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ട് നല്ല പാലിൽ ഇളക്കിക്കൊണ്ട് നിന്നിട്ട് അതിനുശേഷം നമ്മളെ കോഴി ഇട്ടിട്ട് അവിടെ സെറ്റാക്കി വെച്ച് തിളക്കട്ടെ. അവിടെ കടുമ്പ് നല്ല ആവിയിൽ വന്നിട്ടുണ്ട്. നമ്മളവിടെ കോഴിക്കറിന്റെ തിരക്കിൽ തന്നെ കോഴിക്കറി നല്ല പാലിലായിട്ട് തളിച്ചോണ്ടുണ്ട്. നല്ല പാലിൽ സെറ്റായിട്ട് രണ്ടാമത്തെ സെറ്റും കടുമ്പിനിട്ട് ചെറിയ ഉരുളകളായിട്ടാണ് കേട്ടോ ഉരുട്ടല്. നമ്മൾ വെലിങ്ങനെ ഉരുട്ടി. നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേരെന്താന്ന് പറയലെന്ന് അറിയിക്കും. നമ്മുടെ നാട്ടിൽ കടുമ്പ് എന്നാ പറയല്. ദുബൈയിലാണെങ്കിൽ അൽ കടുമ്പ്. കറി നല്ല പാലിൽ സെറ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റ് ആണെങ്കിൽ ഒന്നൊന്നര ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയല്ല, മാഷാ അല്ലാഹ്. അങ്ങനെ നല്ല കോക്കനട്ട് കോഴിക്കറി നല്ല കടുമ്പ് തിന്നിട്ട് നമ്മളവിടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഓക്കെ, ബൈ.